CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ സംഘർഷം ഓഫീസിലേക്ക് UDF പ്രവർത്തകർ പടക്കമെറിയുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. അക്രമത്തിന് പോലീസ് കൂട്ടുനിന്നു. കോങ്ങാട് BJP വോട്ട് UDFന് ലഭിച്ചെന്നും സുരേഷ് ബാബു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. ജയിച്ചതിൽ ആഹ്ലാദമാവാം. എന്നാൽ CPM ഓഫീസുകളെ ആക്രമിക്കുകയാണ്. 7 സീറ്റുകളിൽ ജയിച്ച ഞങ്ങൾ ആഘോഷമെന്ന് പറഞ്ഞ് ഇതുപോലെ ഇറങ്ങിയാൽ UDFകാർക്ക് പുറത്തിറങ്ങാനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പോലീസിനെതിരെയും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി തിരിഞ്ഞു. ഓന്ത് നിറം മാറിയതുപോലെയാണ് പോലീസുകാർ മാറിയത്. പാലക്കാട് ഡിവൈഎസ്പിയും നോർത്ത് CIയും ആക്രമണത്തിന് മൗനാനുവാദം നൽകിയെന്നും സുരേഷ് ബാബു ആരോപിച്ചു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് പ്രശ്നമുണ്ടാക്കുമ്പോൾ ആ പ്രശ്നത്തിന് ചെറുക്കുക എന്നുള്ളത് ഉള്ള പ്രവർത്തകർ വെച്ച് ഞങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഓഫീസിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമല്ലേ ഈ പാർട്ടി ഓഫീസുകൾ. അത് ഞങ്ങളുടെ ജീവൻ പോയാലും ഈ കേന്ദ്രത്തിനെ സംരക്ഷിക്കും. കാരണം ഈ കേന്ദ്രത്തിലാണ് സാധാരണ മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കേന്ദ്രം. ആ കേന്ദ്രം എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ആ കേന്ദ്രത്തെ ആക്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കുകയല്ല, ഞങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ള നിലയാണ് ചെയ്യുക. അതിന് പോലീസിന് അടിച്ചൊതുക്കുക, ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്തിലേക്ക് വന്ന് പ്രവർത്തകരെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം പോലീസ് പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നത്. ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് ജില്ലയിൽ LDF വോട്ടുകളിൽ ചോർച്ചയുണ്ടായില്ല. കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചുവെന്നും CPM നേതാവ് ആരോപിച്ചു. നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങളുടെ ഭൂരിപക്ഷത്തിന് വലിയ തോതിൽ ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ വോട്ട് ബാങ്കിലും വലിയ ചോർച്ച ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ. പക്ഷേ പൊതുവായിട്ട് ഒന്നുകൂടി പറഞ്ഞോട്ടെ, പൊതുവായിട്ട് ഞങ്ങളുടെ ഈ പറയുന്ന തിരിച്ചടി പാലക്കാട് ജില്ലയിലും താരതമ്യേന ചെറുതാണെങ്കിൽ പോലും ഞങ്ങൾക്കതുകൂടി ഒരു പഠനം നടത്തി കൃത്യമായി വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ട ഒരു പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്ന ബോധ്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഓരോ ആളുകളും വ്യക്തിപരമായി എന്തെല്ലാം തിരുത്തലുകൾ ഉണ്ട് ആ തിരുത്തലുകളെല്ലാം വരുത്തുക എന്നുള്ളതാണ്. കോങ്ങാട് BJP ബൂത്തുകളിൽ ഇരിക്കാൻ പ്രവർത്തകർ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടായി. തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി അവിടെ 2 തവണ ജയിച്ചതാണ്. തിരിച്ചുപിടിച്ച മണ്ഡലം ഇത്തവണ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. CPMന് നഷ്ടം എന്നുള്ളത് കോങ്ങാടും ചിറ്റൂരുമാണ്. ചിറ്റൂരിൽ അപരനാണ് തിരിച്ചടിയായതെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി മുരുകദാസിന്റെ മോതിരം ചിഹ്നവും അപരന്റെ നെക്ലസ് ചിഹ്നവും തമ്മിലുള്ള സാമ്യം പ്രതിസന്ധിയായി. ഇടത് വോട്ടുകൾ അപരന്റെ നെക്ലസ് ചിഹ്നത്തിലേക്ക് പോയി. ഒറ്റപ്പാലത്ത് പ്രേംകുമാർ ചരിത്ര ഭൂരിപക്ഷം നേടി. കോൺഗ്രസുകാർ പോലും PK ശശിക്ക് വോട്ട് ചെയ്തില്ല. CPMനെ ഒറ്റുകൊടുത്തയാൾ ഐക്യജനാധിപത്യ മുന്നണിയിലും വഞ്ചകനായി മാറുമെന്ന ബോധ്യത്തിലാണ് അവർ വോട്ട് ചെയ്യാതിരുന്നത്. CPMന് ഒറ്റുകൊടുക്കാൻ മനസ്സുള്ള ഒരു ഒറ്റുകാരൻ വഞ്ചകൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇതിനേക്കാളും വലിയൊരു വഞ്ചകനായി മാറും എന്ന ബോധ്യമാണ് അവർക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവർ ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിയെ തല്ലി വോട്ട് ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ. തോൽവിയിൽ പഠനം നടത്തി ജനപിന്തുണ നേടിയെടുക്കും. ഓരോ പ്രവർത്തകരും വ്യക്തിപരമായി എന്തൊക്കെ തിരുത്തലുകൾ നടത്തണമെന്ന് ആലോചിക്കും. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. NMR റസാക്കിന്റെ വോട്ടുകൾ കുറഞ്ഞതിനെക്കുറിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നും മറുപടി. കുറഞ്ഞല്ലോ, പിന്നെ പോളിംഗിലൊരു 10,000 വോട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും വോട്ട് 10,000 വോട്ട് ചേർത്തിയ വോട്ടുകളാണ് കൂടിയിട്ടുള്ളത്. അത് പൂർണ്ണമായും UDFന് അനുകൂലമായി എന്നുള്ളതാണ് നാം കാണേണ്ടത്. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു ഘട്ടത്തിലും പാലക്കാട് മണ്ഡലത്തിൽ വലിയ വിജയമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ആ രൂപത്തിൽ തന്നെയാണ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലം ഞങ്ങൾ തോറ്റു കളയും കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങളോട് പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി പറയാം. NMR റസാക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വലിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്.
അത് നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ വളരെ സജീവമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ നന്നായിട്ട് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പങ്ക് മാധ്യമങ്ങൾ നന്നായി വഹിച്ചിട്ടില്ല. അതിന് ആദ്യം തന്നെ നന്ദി പറയുക. പക്ഷെ അത് ഒട്ടും തെറ്റിയിട്ടില്ല. ഞങ്ങൾ തോൽക്കുമെന്ന് ആദ്യമേ പറയാനുമാവില്ലല്ലോ, സുരേഷ് ബാബു പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.